الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فلا تعجبك أموالهم ولا أولادهم إنما يريد الله ليعذبهم بها في الحياة الدنيا وتزهق أنفسهم وهم كافرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിന്റെ സന്ദേശം ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത, ജീവിതവും മരണവും ഏകദേശം 33 വയസ്സിനുള്ളിൽ അവസാനിപ്പിച്ച ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ ചില ഖുർആനികമായ ആശയങ്ങൾ, നമ്മളെല്ലാവരും അറിയേണ്ട ചില ഇസ്ലാമികമായ അറിവുകൾ മനസ്സിലൂടെ കടന്നുപോയി. ജീവിതത്തിൽ 33 വയസ്സായിട്ടും വിവാഹിതനായിട്ടില്ല. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ താമസിക്കാൻ ഒരിടം, അത് നേടിയതിനു ശേഷം ഒരു വിവാഹം, അതൊക്കെയാണ് സ്വപ്നങ്ങൾ. ഒരു ദിവസത്തിന്റെ 12-13 മണിക്കൂർ കഠിനാധ്വാനം ചെയ്ത് നല്ല ഒരു ഭക്ഷണം പോലും വില കൊടുത്തു വാങ്ങാതെ പണം മുഴുവനും ശേഖരിച്ചു വെച്ച് ഒരു നല്ല സൗഭാഗ്യകരമായ ജീവിത കാലഘട്ടത്തിനു വേണ്ടി തന്റെ മാതാവിനോടൊപ്പം, വിവാഹം കഴിച്ചു വരുന്ന ഭാവി വധുവിനോടൊപ്പം ഒരു മധുര സ്വപ്നവും ജീവിതവും മനസ്സിൽ കണ്ട് അന്നാണ് എന്റെ ജീവിതം സന്തോഷകരമാവുക എന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ടു പോകുന്നതിനിടയ്ക്ക് ഒരു ദിവസം രാവിലെ മുതൽ വന്ന നെഞ്ചുവേദന, ഡോക്ടറെ കാണിച്ചാൽ അതും കൂടെ തന്റെ സമ്പാദ്യത്തിന് കുറഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ച് ഡോക്ടറെ കാണിക്കാൻ താമസിപ്പിച്ച് അവസാനം റൂമിൽ വാതിലടച്ച് അല്പസമയം കഴിയുമ്പോഴേക്കും ഹൃദയാഘാതം കൊണ്ട് മരണപ്പെട്ടു പോയ ആ 33 വയസ്സായ ഒരു യുവാവിനെ മനസ്സിൽ കണ്ടു നോക്കുന്നു. ജീവിതത്തിന്റെ തലങ്ങളിൽ എവിടെയെങ്കിലും ഞാനും നിങ്ങളും എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്ന ചില ആശയങ്ങൾ, ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള ചില വിശ്വാസപരമായ കാഴ്ചപ്പാടുകൾ, സമാധാനത്തിന്റെ ചില അറിവുകൾ, അതില്ലാത്ത ഒരാൾ
സമാധാനം അന്വേഷിച്ച് സൗഭാഗ്യം അന്വേഷിച്ചത് കാത്തിരുന്ന് അവസാനം അതൊരു സ്വപ്നമായി മാത്രം അവശേഷിച്ച് ജീവിതത്തിൽ നിന്നും ഒരു കഠിന വേദനയോടുകൂടെ ജീവിതത്തിന്റെ പരിസമാപ്തി കുറിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ ജുമുഅയിലടക്കം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉത്ബോധനങ്ങളും അറിവുകളും നമ്മുടെ വീടിനേക്കാളും നമുക്ക് ഓരോരുത്തർക്കും വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടുന്ന സമ്പത്തിനേക്കാളും ജീവിതത്തിന്റെ മറ്റേത് അനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും വലുതാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചു. സൂറത്തു തൗബ 55-ാമത്തെ വചനമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തിരിച്ചറിയാതെ പരലോകത്തെ ലക്ഷ്യമാക്കാതെ ഈ ഭൗതിക ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുമില്ലാതെ മരണപ്പെട്ടു പോകുന്ന ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, ഫലാ തുഅജിബുക അംവാലുഹും വലാ ഔലാദുഹും. നല്ല പൈസയുള്ള ആൾക്കാരെ കാണുമ്പോൾ, നല്ല മക്കളും സൗഭാഗ്യങ്ങളും ഉള്ളവരെ ഭൗതികമായി കാണുമ്പോൾ നീ അതുകണ്ട് വിസ്മയപ്പെട്ടു പോകരുത്. എന്തൊരു ജീവിത സൗകര്യങ്ങൾ, എന്തൊരു ഭൗതികമായ ആഡംബരങ്ങൾ, എന്ത് ജീവിതാവസ്ഥകൾ എന്നൊന്നും കണ്ടു വല്ലാതെ ആശ്ചര്യപ്പെടുന്നു. മതമില്ലാത്ത, വിശ്വാസമില്ലാത്ത, സ്വർഗനരകങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾക്ക് ഭൗതിക ജീവിതത്തിൽ എന്തുണ്ടായിട്ടും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു സൗഭാഗ്യം അവർക്ക് നേടുക സാധ്യമല്ല. ഇതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഒന്നും തർക്കമല്ല സുഹൃത്തുക്കളെ. എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വസ്തു എന്ത് എന്ന് ചോദിച്ചാൽ അത് സന്തോഷകരമായ ഒരു ജീവിതം. സന്തോഷകരമായ ജീവിതത്തെ അന്വേഷിക്കുന്നുണ്ട് സമ്പന്നൻ, സന്തോഷകരമായ ജീവിതത്തെ അന്വേഷിക്കുന്നുണ്ട് ദരിദ്രൻ, സന്തോഷകരമായ ജീവിതത്തെ താല്പര്യപ്പെടുന്നുണ്ട് അവിശ്വാസി. സന്തോഷകരമായ ഒരു ജീവിതത്തെ തന്നെയാണ് വിശ്വാസിയും തേടുന്നത്. ജീവിതത്തിൽ മനുഷ്യനാണോ അവൻ ഏതവസ്ഥയിൽ ജീവിച്ചാലും അവൻ സന്തോഷകരമായ ഒരു ജീവിതം അവന്റെ ജീവിത ലക്ഷ്യമാണ്. ഇതെന്താ ഖുർആൻ പറയണത്? അവന്റെ സമ്പത്തും സ്വത്തും മക്കളെന്നും കണ്ട് ആശ്ചര്യപ്പെടേണ്ട. ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയാ. ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാത്ത ഒരുത്തിന് ദുനിയാവ് കിട്ടിയാൽ അത് അവനൊരു ശിക്ഷയാണ്. ഈ വചനം നമ്മളൊക്കെ വീട്ടിൽ പോയിട്ട് ഖുർആൻ നമ്മളെ വീട്ടിലുണ്ടല്ലോ സുഹൃത്തുക്കളെ. 9-ാം അധ്യായത്തിലെ 55-ാമത്തെ വചനം ശിക്ഷയാണ്. ദീനിനെ കുറിച്ച് ശരിക്കുള്ള അറിവും വിശ്വാസവും കാഴ്ചപ്പാടും ഇല്ലാത്തവന് ഭൗതിക ജീവിതം കുമിഞ്ഞുകൂടുന്നത് കണ്ട് നീ അത്ഭുതപ്പെടേണ്ട. അവനതൊരു ശിക്ഷയാണ്, ഇഹലോക ജീവിതത്തിൽ ഒരു ശിക്ഷ. ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയാ വതസ്ഹക അൻഫുസുഹും വഹും കാഫിറൂൻ. അവർ അവിശ്വാസികളായിക്കൊണ്ട് ഇഹലോകത്ത് ജീവനാശമടയണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, ഭൗതികമായ ജീവിത സൗകര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ ഇവിടെ ഒരു വിഷയമല്ല. നമ്മുടെ സന്തോഷവും സൗഭാഗ്യവും കുടികൊള്ളുന്നത് ഞാനും നിങ്ങളും മദ്രസെന്നും അതേപോലെ തന്നെ ഖുർആൻ പരിഭാഷയെന്നും വെള്ളിയാഴ്ച ജുമാ ഖുതുബിന്നൊക്കെ കേട്ട ചില അറിവുകളില്ലേ നമ്മുടെ ജീവിതത്തിൽ. ആ അറിവ് ബാങ്ക് അക്കൗണ്ടിലെ പണത്തിനേക്കാളും വലുതാണെന്നാണ് പറയുന്നത്. രോഗങ്ങളൊന്നുമില്ലാത്ത ആരോഗ്യത്തെക്കാളും അനുഭവകരമാണ് ആ അറിവുകൾ എന്നാണ് പറഞ്ഞത്. എന്തിൽ എന്താ ഇവിടെ സൗഭാഗ്യം ഉദ്ദേശിക്കുന്നവന്റെ സൗഭാഗ്യ സ്വപ്നങ്ങളിൽ സ്വർഗല്ല. നല്ല വീട്, നല്ല കുട്ടികള്, ആളുകളിൽ പേരും പെരുമയുമുള്ള സ്ഥാനം, സ്ഥാപനം, അതിന്റെ ഡയറക്ടർ, ഇതൊക്കെയുള്ള സ്വപ്നങ്ങൾ. എന്നാൽ വിശ്വാസിന്റെ സ്വപ്നങ്ങളിൽ എന്തുകൊണ്ട് സ്വർഗവും കൂടി ഉണ്ട്. സ്വർഗവും കൂടി, ഇതിനപ്പുറത്തൊരു ലോകം കൂടി ഉണ്ട്. സന്തോഷവാൻ സൗഭാഗ്യവാൻ തന്നെ ദുനിയാവ് കിട്ടിയവനല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവനാണ് യഥാർത്ഥ സൗഭാഗ്യം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലാണ് നിങ്ങളുടെ പ്രതിഫലങ്ങൾ പൂർത്തിയാക്കി തരുന്നത്. വമൻ സുഹസിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിൽ ആരെങ്കിലും എത്തിപ്പെട്ടാൽ അതാകുന്നു ഏറ്റവും വലിയ വിജയമെന്നാണ്. ജീവിതത്തിൽ എന്തും നമുക്ക് സന്തോഷം നൽകുന്ന ഒട്ടനവധി വിഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ സ്വത്ത്, നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, ഭർത്താവ്, വാഹനം, ഇതൊക്കെ സുഹൃത്തുക്കളെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലെല്ലാം ദീനിന്റെ ഒരു ടച്ച് വേണം, ദീനിന്റെ ഒരു സ്പർശനം വേണം.
ദീനുള്ള ഭാര്യ, അതിന് അനുഭവം കൂടുന്നാണ് പറഞ്ഞത്. പലിശ തൊടാത്ത ദീനിന്റെ സ്പർശനമുള്ള വാഹനം അയി കയറുമ്പോ സുഖം കൂടുന്ന പറഞ്ഞത്. ദീനിന്റെ സ്പർശനമുള്ള വീടുകൾ, ഒരു മൺതരിയിൽ പോലും ഹറാമിന്റെ അംശത്തിന്റെ കുറ്റബോധമില്ലാത്ത വീട്ടിൽ ഉറങ്ങുന്നവരെ മറ്റു വീട്ടിൽ ഉറങ്ങുന്നവരെക്കാളും സൗഭാഗ്യം കൂടുമെന്നാണ് പറയുന്നത്. അപ്പൊ സൗഭാഗ്യം നിർണയിക്കുന്നതിൽ പണത്തിനപ്പുറം ധാർമ്മികതയുടെ, ദീനിന്റെ, ഇസ്ലാമിന്റെ ഒരു സ്പർശനം വേണം. അപ്പൊ എല്ലാറ്റിലും ഒരു ഇസ്ലാമിക സ്പർശനമുള്ള നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളെ എല്ലാം നമുക്ക് അനുഗ്രഹമാണ്. അർബഉം മിന സആദ, 4 കാര്യങ്ങൾ സന്തോഷമാണ്, സൗഭാഗ്യമാണ്. അൽ മർഅത്തു സാലിഹ, അൽ മർഅത്ത് എന്ന സ്ത്രീ ആയാൽ പോരെ ഭാര്യയാവാൻ. ഒരു സ്ത്രീക്കുള്ളതെല്ലാം ഒരു ഭാര്യക്കുണ്ടാകുമല്ലോ സുഹൃത്തുക്കളെ. പക്ഷെ ഇസ്ലാം പറഞ്ഞ സൗഭാഗ്യകരമായ ജീവിതത്തിന് വേണ്ടത് അൽ മർഅത്തു സ്വാലിഹ. പള്ളിക്കൊക്കെ കൂട്ടിക്കൊണ്ടുവരിക, നമ്മൾ കേൾക്കുന്നത് അവളും കേൾക്കുക, നമ്മൾ കേട്ട വോയിസുകൾ അവൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, അവൾക്കും നമ്മൾ ലക്ഷ്യമാക്കുന്ന ഒരു സ്വർഗം ലക്ഷ്യമായി തീരുക. നമ്മൾ ഹറാമായി കണ്ടത് ഹറാമാണെന്ന് നമ്മൾക്ക് മുമ്പ് പറഞ്ഞ് ഓർമ്മപ്പെടുത്തി അത് വാങ്ങിയിട്ടുള്ളൊരു വീട് നമുക്ക് വേണ്ട, നമ്മളെ മുന്നേ അവൾ പറയാൻ തുടങ്ങുക. വൽ മസ്കനുൽ വാസിഅ, വിശാലമായ ഒരു താമസ സ്ഥലം. വിശാലമായത് എന്താ സുഹൃത്തുക്കളെ? 4 ആൾക്ക് താമസിക്കാൻ 8 റൂമല്ല, 4 ആൾക്ക് താമസിക്കാൻ 8 റൂമല്ല. അതിന്റെ ഉള്ളിൽ കേറിയാൽ ഒരു വിങ്ങലില്ല, മനസ്സിന് ഇടുക്കമില്ല, അവിടെ ഒരു വിശാലത തോന്നുന്നു. ഒരാൾക്ക് കഷ്ടി 4 കസേരയിട്ട് ഇരിക്കാൻ വിശാലതയില്ലാത്ത ഡൈനിങ് ഹാളിലും ഇരിക്കുമ്പോൾ ഒരു മനസ്സിനൊരു വിശാലത തോന്നുന്നു. വൽ ജാറു സ്വാലിഹ്, സദ്വൃത്തനായിട്ടുള്ള അയൽവാസി, തന്റെ ഭാര്യയുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയില്ല, തന്റെ അതിർത്തിക്ക് ഭീഷണിയില്ല, തന്റെ വീട്ടിലുള്ള മറ്റൊന്നിനും ഭീഷണിയില്ലാത്ത, തന്നോട് സ്നേഹത്തോടെയും മതബോധത്തോടെയും സഹവസിക്കുന്ന ഒരു അയൽവാസി. വൽ മർകബുൽ ഹനീ, സന്തോഷം നൽകുന്ന ഒരു വാഹനം. ഇമാം മുസ്ലിമിന്റെ ഹദീസാണ് സുഹൃത്തുക്കളെ. എല്ലാറ്റിലും ദീനിന്റെ ഒരു സ്പർശനമുണ്ടോ അവിടെ സന്തോഷം കൂടുന്ന. അദ്ദുനിയാ മതാ, ദുനിയാവിലെല്ലാം അനുഭവിക്കാനുള്ളതാണ്. വഖൈറു മതാഇ ദുനിയാ അൽ മർഅത്തു സാലിഹ, പക്ഷേ ഏറ്റവും നല്ല വിഭവം സദ്വൃത്തയായ, പടച്ചോനപ്പേടില്ല, ദീനുള്ള ഒരു ഭാര്യയാണ് എന്നാണ്. അല്ലതീ തസുറുഹു ഇദാ നദറ, നീ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. വതുതിഉഹു ഇദാ അമറ, പടച്ചോനെ പേടിച്ചിട്ട് നീ പറയണത് അവൾ അനുസരിക്കും. വലാ തുഖാലിഹു ഫീമാ യക്റഹു ഫീ നഫ്സിക വമാലിഹി, നിന്നെ അനിഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് നിനക്കിഷ്ടല്ലാത്തതൊന്നും അവളുടെ ശരീരത്തിലോ സ്വത്തിലോ, നിന്റെ സ്വത്തിലോ ശരീരത്തിലോ ഒന്നിലും അവൾ എന്ത് ചെയ്യുക, മറ്റുള്ളൊരാളെ പങ്കു ചേർക്കില്ല. നോക്കൂ സുഹൃത്തുക്കളെ, ഇമാം നാസിറു സഅദി റഹിമഹുല്ലാ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും നല്ല ആശയപരമായ ഒരു വ്യാഖ്യാനം രചിച്ച പണ്ഡിതനാണ്. അദ്ദേഹം ഈ സന്തോഷം, ഒരു മനുഷ്യന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ. ഒന്നാമത് എണ്ണേതെന്താണ് സുഹൃത്തുക്കൾ? ഇതൊക്കെ തന്നെ ശരിക്കും മനസ്സിൽ കുറിച്ചു വെച്ച് ഒന്ന് ജീവിതം കൊണ്ട് പരീക്ഷിച്ചു നോക്കൂ. ഇപ്പോഴുള്ള വീട്ടിലും ഇപ്പോഴുള്ള ചുറ്റുപാടിലും ഇപ്പോഴുള്ള വരുമാനത്തിലും സന്തോഷം കൂടുന്നത് നമുക്ക് സ്വയം അനുഭവപ്പെടും. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? അൽ ഈമാനു ബില്ലാഹ് വൽ അമൽ സ്വാലിഹ്, അള്ളാഹുവിന്റെ ശരിയായ വിശ്വാസം, സൽപ്രവർത്തനങ്ങൾ. എത്ര കണ്ടൊരു ദിവസം നല്ലത് ചെയ്യാൻ കഴിഞ്ഞു അത്ര സന്തോഷത്തോടെ അന്നു രാത്രി ഉറങ്ങാം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ, ആണാകട്ടെ പെണ്ണാകട്ടെ, വല്ല നന്മയും ചെയ്താൽ വഹു മുഅ്മിനുൻ, നല്ല വിശ്വാസത്തോടുകൂടെ, ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ, അവന് നല്ലൊരു ജീവിതം ഞാൻ നൽകുന്ന, നല്ല പ്രതിഫലവും കൊടുക്കുന്ന. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, വഹാദിഹി സആദ ശുഊറുൻ യലഉഹു അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി സ്വാലിഹീൻ വഇൻ കാനൂ ഫീ ദീഖി ദുനിയാന, ദുനിയാവിൽ ഇഞ്ഞോൻ എന്തെടങ്ങേറുണ്ടെങ്കിലും വേണ്ടിയില്ല, അല്ലാഹ് അവന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന ഒരു വികാരമാകുന്നു ഈ സന്തോഷം. നമ്മൾ നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോൾ പടച്ചോൻ നമ്മളെ മനസ്സിൽ ഒരു സന്തോഷം ഇട്ടു തരുന്നതാണ്. ജയിലിൽ കിടക്കുന്ന സമയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യന്മാർ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അടക്കമുള്ള ആൾക്കാർ കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ ജയിലിലൊക്കെ കിടക്കുമ്പോൾ അവരുടെ ഒരു മനോനിലയും മുഖവും വിഷമാവസ്ഥയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഇവർ പോണത്. ചെന്നപ്പോൾ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത സന്തോഷത്തിലാണ്
ഞങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാമിനെ കണ്ടത് എന്ന്. അപ്പൊ കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടികൾ സുഹൃത്തുക്കളെ കേട്ടുവെക്കേണ്ടതാണ്. മിൻ അശ്റഹിന്നാസി സുദ്റൻ, ഏറ്റവും അധികം മാനസിക സന്തോഷമുള്ള, ഏറ്റവും അധികം ആഹ്ലാദവും ആനന്ദവുമുള്ള ആളായിട്ടാണ് കണ്ടത് അദ്ദേഹത്തെ. എന്ത് പ്രതികൂലതകൾ ഉണ്ടായാലും വിശ്വാസവും ഈമാനുമുള്ള ഒരുത്തന്റെ മുഖത്തെ സന്തോഷത്തിനൊരു മങ്ങലും അതുകൊണ്ട് സംഭവിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഖബറസിലേക്ക് നാടുകടത്തും എന്ന് സുൽത്താൻ ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആടുകൾ ഉറങ്ങുന്നിടത്ത് ഉറങ്ങാൻ കഴിയുന്നവനാണ് ഞാൻ. ആടുകൾ ഉറങ്ങുന്നിടത്ത് ഉറങ്ങാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് നാട് കടത്തുന്ന സ്ഥലത്ത് എവിടെ കടക്കുന്നുള്ള പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മാത്രമല്ല ആ സമയത്ത് അദ്ദേഹം പറയുന്നതാണ്, എനിക്ക് ഈ ഒരവസ്ഥയിൽ കിട്ടുന്ന സന്തോഷം ലൗ ഖസ്സമ അലാ അഹ്ലി ശാമില വസ്അഹും, ഷാമിലെ മുഴുവൻ ആളുകൾക്കും കൊടുത്താലും തീരാത്ത അത്ര ആനന്ദവും സന്തോഷവും എന്റെ മനസ്സിലുണ്ട് എന്നാണ്. ഇനി അഥവാ ഞാൻ ഖബറസിലേക്ക് നാട് കടത്തപ്പെട്ടാൽ ദഅഉതു അഹ്ലഹ ഇലൽ ഇസ്ലാം, അവിടുത്തെ ആൾക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ്. സുഹൃത്തുക്കൾ, ഈമാനുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ ആർക്ക് കഴിയുമെന്നുള്ളതാണ്. ആ മനസ്സിന്റെ സന്തോഷം കെടുത്താൻ ഭൗതികമായ സാഹചര്യങ്ങളുടെ നിരാശങ്ങൾക്ക് കഴിയില്ല. അപ്പൊ എന്താണ്? കഴിയുന്നത്ര അമല് ചെയ്യുക. നമ്മളെ ഈമാൻ ഖുർആൻ പഠിച്ചും ദീൻ പഠിച്ചും സുഹൃത്തുക്കളെ നമ്മുടെ ഈമാനെ വർദ്ധിപ്പിക്കുക. ഓടിക്കതച്ച് ഭക്ഷണം കഴിക്കാൻ നേരല്ലാതെ, ഉറങ്ങാൻ നേരല്ലാതെ, സൗഭാഗ്യം അന്വേഷിച്ച് തലകുത്തി വീണ് മരിച്ചു കിടത്ത് തന്റെ യുവത്വത്തിൽ മരിച്ചു കിടക്കുമ്പോൾ സുഹൃത്തുക്കൾ ആലോചിച്ചു പോകും, ഈ ജീവിതത്തിലൊന്നും അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. രണ്ടാമത് ഷെയ്ഖ് റഹിമഹുല്ലാഹ് പറയുന്ന കാര്യം, മിൻ അസ്ബാബി സആദ അൽ ഈമാനു ബി ഖളാഇല്ലാഹി വ ഖദ്രിഹി, അല്ലാഹുവിന്റെ ഖളാ ഖദറിലുള്ള വിശ്വാസം. ഖളാ ഖദറിൽ വിശ്വസിച്ചാൽ എന്താ പറയുക? ഇപ്പോഴുണ്ട് ചില ആൾക്കാർ പറയും, അന്ന് കല്യാണം കഴിച്ചപ്പോൾ എന്തോ ഒന്ന് ആലോചിച്ചില്ല, അവളെ കെട്ടാൻ വേണ്ടി പോയപ്പോ അയലോക്കത്തൊന്ന് ചോദിച്ചില്ല, നമ്മുടെ സുഹൃത്തുക്കളൊന്ന് അന്വേഷിച്ചില്ല, അയാളെ മരുമകനായി സ്വീകരിച്ചപ്പോൾ ഒന്ന് വേണ്ടത്ര അന്വേഷിക്കാൻ പറ്റില്ല. എപ്പോഴും പറയും. ഏത് 23 കൊല്ലം മുമ്പ് കഴിഞ്ഞ കല്യാണത്തെ പറ്റി ഇപ്പോഴും പറയും. എന്താ പോലെ വിശ്വാസം? സുഹൃത്തുക്കളെ, ആ പെണ്ണിനെ കെട്ടണമെന്നത് മഷി പറ്റിപ്പോയ രേഖകളിൽ എഴുതപ്പെട്ട ഒരു വിധിയാണ്. അതേ നടപ്പിലായിട്ടുള്ളൂ. നമ്മളെ വാപ്പ ചെറുപ്പത്തിൽ 2 വയസ്സാവും മരിച്ചുപോയി. അത് ഞമ്മക്ക് 2 വയസ്സാകുമ്പോൾ മരിക്കണമെന്നൊരു വിധിയാണ്. ആ വാപ്പ ഒരു 18 വയസ്സ് വരെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് വ്യാകുലപ്പെടുന്നതിലെ കാര്യമെന്തെന്നാണ്. ജുനൂൻ, അഹ്മഖ്, പണ്ഡിതന്മാർ പറഞ്ഞ വിഡ്ഢി, ഭ്രാന്തൻ, ആവശ്യമില്ലാത്ത ചിന്തിച്ച് ജീവിതത്തിന്റെ സന്തോഷം കെടുത്തുന്നവൻ വിഡ്ഢിയാണ്. അവൻ ഖദറിലും ഖളാഇലും വിശ്വാസമില്ലാത്തവനാണ്. ലൗ അന്നല്ലാഹ അദ്ദബ അഹ്ല സമാവാതിഹി വ അഹ്ല അർളിഹി അദ്ദബഹു. എന്താണ്? അള്ളാഹു ആകാശഭൂമികളിലും ആകാശത്തിലും ഭൂമിയിലുള്ളവരൊക്കെ അള്ളാഹു എന്താണ് ശിക്ഷിക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് കഴിയും. വഹുവ ഗൈറു ളാലിമിൻ, ഒരു അക്രമം അവരോട് ചെയ്യാത്ത രൂപത്തിൽ. വലൗ റഹിമഹും കാനത്ത് റഹ്മത്തുഹു ഖൈറൻ ലഹും ബിൻ അഅമാലിഹിം, അള്ളാഹ് അവരെ അനുഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നേടാൻ കഴിയാത്ത അനുഗ്രഹം കൊടുക്കാൻ അള്ളാഹ്ക്ക് പറ്റും. അപ്പൊ സുഹൃത്തുക്കളെ, പടച്ചോൻ തീരുമാനിച്ചാൽ നമുക്ക് പ്രതികൂലവും, പടച്ചോൻ തീരുമാനിച്ച അനുകൂലവും. പടച്ചോന്റെ തീരുമാനമാണ് അതിൽ പ്രധാനം, ബാക്കിയുള്ളതൊന്നുമല്ല. ലൗ അൻഫഖ്ത മിസ്ല ഉഹദിൻ ദഹബൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉഹുദ് മലയോളം സ്വർണം നീ ചെലവഴിച്ചാലും മാ ഖബിലഹു അല്ലാഹു മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദർ, നിനക്ക് ഖദറിൽ വിശ്വാസമല്ലേ അല്ലാഹ് സ്വീകരിക്കൂല. ഖദറിൽ വിശ്വാസം വേണം. എന്റെ ജീവിതത്തിൽ കടന്നു വന്ന വഴികളെല്ലാം അല്ലാഹ് എഴുതിയത് ഇങ്ങനെ നടപ്പിലായി പോകണം. നാളത്തെ കുറിച്ച് എനിക്കൊരു പേടിയില്ല. നാളെ എന്ത് സംഭവിക്കണമെന്ന് അല്ലാഹ് തീരുമാനിക്കുന്നു, അത് സംഭവിക്കുന്നു, വിശ്വസിക്കണം എന്നാണ്. വതഅലമ അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക, നിനക്ക് സംഭവിച്ചതൊന്നും നിന്നെ തൊട്ട് തെറ്റിപ്പോകാനുള്ളതല്ല. നിനക്ക് വരേണ്ടതേ വന്നിട്ടുള്ളൂ, ഒന്നും പിഴച്ച് നിനക്ക് വന്നിട്ടില്ല. നിന്നിൽ നിന്ന് തെറ്റിപ്പോയതൊന്നും നിനക്ക് സംഭവിക്കാനുള്ളതല്ല. 4 ആള് പോയപ്പോ 3 ആളും മരിച്ചു, നീ മാത്രം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് നിന്റെ കഴിവുകൊണ്ടല്ല, നീ രക്ഷപ്പെടണമെന്ന് അള്ളാഹു തീരുമാനിച്ചതാണ്. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ വിശ്വാസമില്ലാതെ എങ്ങാനും നീ മരിച്ചാൽ നരകത്തിക്കാ പോവാന്ന്. ഖളാഉം ഖദറും ശരിക്കും മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നരകത്തിക്കാ പോവാന്നാ പറഞ്ഞ. ഗൗരവമായിട്ട് ആലോചിക്കണം. കഴിഞ്ഞതിനെ കുറിച്ചൊരു ഇടങ്ങേറും മനസ്സിൽ എന്തേ, അതൊക്കെ പടച്ചോൻ എഴുതി വെച്ച കാര്യമാണ്. അത് ഇല്ല വിഷയിൻ കഥ കതബഹുല്ലാഹു അലൈഹി റുഫിഅത്തിൽ അഖ്ലാം വജഫത്തി സുഹഫ്.
പടച്ചോൻ എഴുതി, ഏട് വറ്റി, മഷി ഉണങ്ങി. സുഹൃത്തുക്കളെ, അതിന് സംഭവിക്കുള്ളൂ. അപ്പൊ ഇനിയിപ്പോ 60 കൊല്ലം ജീവിക്കുമെങ്കിൽ 60 കൊല്ലത്തുക്കുള്ളത് രേഖയാണ്. അത് ബുധനാഴ്ച, ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ഞായറാഴ്ചയായിട്ട് അങ്ങനെ നടക്കും. അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി ആലോചിച്ച് ഇടങ്ങേറായി ഉറങ്ങാതിരിക്കണ്ട. ഇന്നലെ കഴിഞ്ഞ നഷ്ടങ്ങളെ കുറിച്ച് ആലോചിച്ച് വേദനിക്കും വേണ്ട. രണ്ടാമത്തെ മനസ്സിന്റെ സൗഭാഗ്യത, അനാവശ്യ ചിന്തകളെ കൊണ്ട് പ്രഷറും പ്രമേഹവും വരുത്തിയ എത്രയോ ആൾക്കാരുണ്ട്. എന്തതിന്റെ ആവശ്യം? ഇന്നലെ കഴിഞ്ഞതെല്ലാം വിധി, നാളെ സംഭവിക്കാനിരിക്കുന്നതെല്ലാം രേഖയായി. അതൊക്കെ സമയത്ത് നടക്കും. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, സന്തോഷമുണ്ടാവാനും സൗഭാഗ്യമുണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദുഃഖങ്ങൾ ഉണ്ടാകാവുന്ന ചിന്തകളെ ഉപേക്ഷിക്കുക. ഭയമുണ്ടാകാവുന്ന ചിന്തകളെ ഉപേക്ഷിക്കുക. ദുഃഖങ്ങൾ ഉണ്ടാകുന്ന ചിന്ത എന്താ? കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയ പല കാര്യങ്ങളും സുഹൃത്തുക്കളെ മറന്നു പോകേണ്ടതാണ്. ആലോചിച്ച് ഓർമ്മിച്ച് ചിന്തിച്ച് അത് മനസ്സിൽ നിന്ന് മറക്കാതെ നിർത്തുന്ന ആൾക്കാരുണ്ട്. മറന്നു പോകേണ്ട കാര്യം പടച്ചോൻ അനുഗ്രഹമായി വെച്ചാൽ ചില മറവി, പടച്ചോൻ അനുഗ്രഹമായിട്ടുള്ള മറവി. ആ മറവി എന്താണെങ്കിലും മറക്കാൻ ശ്രമിക്കാതിരിക്കും. എന്നിട്ട് ആ വ്യാകുല ചിന്തകളെ മനസ്സിൽ ജീവനോടെ നിലനിർത്തുക. ചിന്തിച്ചും ആലോചിച്ചും വ്യാകുലപ്പെട്ടു. എന്താണ് അതിന്റെ കാര്യം? നിനക്ക് തടുക്കാൻ പറ്റാതെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മറന്നു പോകേണ്ടതാണ്. ആ മറക്കേണ്ട കാര്യങ്ങൾ മറക്കാതെ ഓർമ്മിച്ചു വെക്കുന്നതാണ്. നാളെ എന്തു വരും? ഞാൻ വലിയ മാരക ക്യാൻസർ വന്നിട്ടാണ്, എന്റെ 2 കിഡ്നിയും പോയിട്ട് ഞാൻ മരിക്കുക, അറ്റാക്ക് വന്നിട്ടാ മരിക്കുക, ആർക്കറിയാം? അതൊന്നുമില്ലാതെ മരിക്കാതുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും വിചാരിച്ച് ബേജാറായത് വെറുതെ എപ്പോഴും ആലോചിക്കും. എന്റെ മകളെ എങ്ങനെ കെട്ടിച്ചു പോകുന്നു ചിന്തിക്കും. എന്നിട്ട് ആലോചിച്ച് ഒരു ദിവസം രാവിലെ ഒരാൾ വരുന്നു, അന്വേഷിക്കുന്നു. അന്ന് വൈകുന്നേരം നമുക്ക് നിക്കാതെ നടക്കും. ആ ഒരു ദിവസത്തെ പരിപാടിക്കാണ് ഇയാൾ 18 കൊല്ലം പെൺകുട്ടി ജനിച്ച ദിവസം മുതൽ പേരിട്ടത് മുതൽ ആലോചിച്ച് ഇടങ്ങേറായി. നാളത്തെ കാര്യത്തെക്കുറിച്ച് അറിയാത്ത പ്രശ്നം. എന്തിനാണ് അനാവശ്യ ചിന്തകളെ കൊണ്ട് മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നവർ? മറന്നുപോകേണ്ട പലതും മറക്കാൻ അനുവദിക്കാതെ മനസ്സിൽ ഓർമ്മിച്ചു വെക്കാൻ പാടുപെടുന്നവർ ദുഃഖിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത്. നാലാമത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നിസ്സാരായി കാണും സുഹൃത്തുക്കൾ. ചിലതൊക്കെ രാവിലെ ചെല്ലിക്കൂടും, എന്നാ തന്നെ മനസ്സ് സമാധാനമായി കാണിക്കും. ചെല്ലേണ്ട കാര്യങ്ങൾ ചെല്ലണമെന്നാണ്. ചില ദിക്റുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചെല്ലന്നെ വേണം. ചെല്ലലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, ചൊല്ലിയാൽ തന്നെ സമാധാനം കിട്ടുള്ളൂ. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണകൾ കൊണ്ട് മാത്രമേ മനസ്സുകൾ സമാധാനം അടയുകയുള്ളൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണയാൽ അത്രേ മനസ്സുകൾ സമാധാനം അടയുന്നത് എന്ന്. അതുകൊണ്ട് ഇതിന് സമാധാനം കിട്ടി ചൊല്ലണം. ചൊല്ലിയോ സുഹൃത്തുക്കളെ? ഇന്ന് ജുമാന്റെ ദിവസമല്ല, ഓദ്യോ നമ്മൾ ചൊല്ലിയോ? മനസ്സാക്കിയോട് ചോദിക്കാം. ചൊല്ലിയിട്ടില്ലെങ്കിൽ അതിന്റെ സന്തോഷക്കുറവ് ഇന്നത്തെ ജീവിതത്തിലുണ്ടാകും. ഇന്ന് ചൊല്ലാത്തവർക്ക് ആ ചൊല്ലാത്തതിന്റെ ഉണ്ടാകും. വെയ്ക്കുമ്പോ അങ്ങനെ 5 മിനിറ്റ് ജോലി സ്ഥലത്തേക്ക് പോകാണെങ്കിൽ അപ്പൊ ചെല്ലാനുള്ളതേ അതുള്ളൂ സുഹൃത്തുക്കളെ. ബസ് കയറി സൈഡിൽ ചെല്ലാ, അതൊന്നും നിസ്സാരമാക്കി കിടക്കല്ലേ. ഖുർആനിൽ എത്ര ആയത്തുണ്ട്? നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലണമെന്ന് ഖുർആനിൽ ആയത്തുണ്ട്. ചില ആൾക്ക് ഖുർആൻ കണ്ടാലേ ചൊല്ലാൻ തോന്നുള്ളൂ. എങ്കിൽ ഖുർആനിൽ തന്നെ ഉണ്ട് ചൊല്ലാൻ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിന്റെ റബ്ബിനെ നീ സ്തുതിക്കണം. അതേപോലെ ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഖുറൂബ്, രാവിലെയും വൈകുന്നേരവും അസ്തമയത്തിനു മുമ്പും ഉദയത്തിനു മുമ്പും ചെല്ലേണ്ടത് ചെല്ലിയാൽ തന്നെ സുഹൃത്തുക്കളെ അങ്ങനെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച സമാധാനം കിട്ടുള്ളൂ. ആറാമത്തെ അദ്ദേഹം പറഞ്ഞ എന്താണെങ്കിലും അൻയഅലമൽ മുഅ്മിൻ ഇൽമൽ യഖീൻ, ഒരു മുഅ്മിനിന് നല്ല ദൃഢബോധ്യം വേണം, അറിവ് വേണം. അന്ന സആദത്തുൽ ഹഖീഖ ഫിൽ ആഖിറ, ശരിക്കുള്ള സുഖം പരലോകത്താണെന്നുള്ള ബോധം വേണം. ശരിക്കുള്ള സുഖം പരലോകത്താണ്. അവിടുന്ന് ശരിക്കുള്ള സൗഭാഗ്യം കരസ്ഥമാക്കൂ എന്ന് വേണം. ദുനിയാവ് എന്തിനുള്ളതാണ്? ദുരന്തങ്ങളുടെ വീടാണ്, മുസീബത്തുകളുടെ വീടാണ് ഇഹലോകമെന്ന് പറഞ്ഞാൽ. വന്നക്ദി വൽ അഹ്സാൻ, ദുഃഖങ്ങളുടെയും വിഷമങ്ങളുടെയും ലോകമാണ് ഇവിടെ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ ക്ലേശത്തിലായിട്ട് കുറച്ച് ഇടങ്ങേറാകട്ടെ എന്ന് തന്നെയാണ്
ദുനിയാവിലെ തൃപ്തിപ്പ് കൊണ്ട് അള്ള ഉദ്ദേശിച്ചത്. ഇപ്പൊ കുറച്ച് ദുഃഖങ്ങളും വിഷമങ്ങളും പ്രതികൂലതകളും ഒക്കെ മനുഷ്യന് വരും. കാരണം എന്താ? ഇതൊക്കെ പരലോകത്ത് കുറച്ച് സുഖം കൂട്ടിത്തരാൻ വേണ്ടി കുറഞ്ഞ ഇടങ്ങേറുകൾ അള്ളാഹു ഇവിടെ തരുന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതുകൊണ്ടാണ് സ്വർഗത്തിക്കണ് കയറിയാൽ മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട്. എന്തായാലും ദുനിയാവിൽ ഞാൻ അനുഭവിച്ചിരുന്ന എല്ലാ ടെൻഷനും പോയല്ലോ എന്ന് സന്തോഷത്തോടെ മനുഷ്യൻ സ്വർഗത്തിൽ കയറുമ്പോൾ പറയുന്നതാണ്. وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور الذي أحلنا دار المقامة من فضله لا يمسنا فيها نصب ولا يمسنا فيها لغوب. قالوا സ്വർഗ്ഗക്കാർ പറയും അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, ദുഃഖങ്ങളെ മുഴുവനും ഞങ്ങളിൽ നിന്ന് നീക്കിത്തന്ന അല്ലാഹുവിന് സ്തുതി. ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശക്കൂർ, ഞങ്ങളുടെ റബ്ബ് എല്ലാം പൊറുക്കുന്നവനും അങ്ങേയറ്റം നന്ദി ചെയ്യുന്നവനുമാണ്. അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമ, സ്ഥിരതാമസത്തിന്റെ വീട്ടിൽ അവൻ ഞങ്ങളെ ഇറക്കി താമസിപ്പിച്ചിരിക്കുന്നു. മിൻ ഫദ്ലിഹി, അവന്റെ ഔദാര്യം കൊണ്ട്. ലാ യമസ്സുനാ ഫീഹാ നസബുൻ, ആ സ്ഥിരതാമസത്തിന്റെ സ്വർഗഭവനത്തിൽ ഒരു ക്ഷീണം അനുഭവിക്കുകയില്ല. വലാ യമസ്സുനാ ഫീഹാ ലൂബ്, ഒരു കഷ്ടപ്പാടോ ക്ഷീണമോ ഒന്നും അനുഭവിക്കാത്ത സ്വർഗത്തിൽ ഞങ്ങൾ എത്തി. ഇപ്പൊ സ്വർഗത്തിൽ എത്തിയോന് കിട്ടുന്ന ഫസ്റ്റ് അനുഭവം എന്താ സുഹൃത്തുക്കളെ? ദുഃഖമില്ലാത്ത ലോകം. അപ്പൊ അത് അവിടെയാണെന്ന് മനസ്സിലെപ്പോഴും വേണം. അതില്ലാത്തൊരു ഇവിടെയാണെന്ന് വിചാരിച്ചോന് ഇവിടെ പ്രതികൂലത വരുമ്പോൾ സഹിക്കാൻ പറ്റൂല. ഒരു ഹദീസിലുണ്ടല്ലോ, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ചെറിയ ജയിലനുഭവങ്ങൾ ഉണ്ടാകും. സ്വർഗത്തിലാണ് അവന് യഥാർത്ഥത്തിൽ സൗഭാഗ്യം ഉണ്ടാകും. ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് കൊണ്ട് അവൻ തൃപ്തിപ്പെടുന്നുണ്ട്, ഇവിടെ അവന് സ്വർഗമായി തോന്നാം, പരലോകം അവന് പ്രതികൂലമായിരിക്കുന്ന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓരോ നിർദ്ദേശങ്ങളും നമുക്ക് പറഞ്ഞു തന്നത്. ആ നിർദ്ദേശങ്ങളൊന്ന് പരീക്ഷിക്കാൻ, അമൽ സ്വാലിഹാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട്, ഈമാൻ ഖദറിലുള്ള വിശ്വാസങ്ങളെ ശരിയാക്കിക്കൊണ്ട്, അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്, ആവശ്യമായ ദിക്റുകളെങ്കിലും ചൊല്ലാൻ സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നന്നാക്കുവാൻ, യഥാർത്ഥ സൗഭാഗ്യം പരലോകത്താണെന്ന് വിശ്വസിച്ച് പ്രതീക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനവും കൈവരും. ഈ ദീനിലൂടെ നമുക്ക് കിട്ടുന്ന ഈ സൗഭാഗ്യം അള്ളാഹു നിലനിർത്തി തരികയും നാളെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സൗഭാഗ്യത്തിന് അഖിലുകാരായി അള്ളാഹു നമ്മെ സ്വീകരിക്കുകയും ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഹിജ്റ 9ാമത്തെ വർഷം, നബി സ്വല്ലല്ലാഹു 10ാമത്തെ വർഷത്തിലാണ് വഫാത്താകുന്നത്. ഈ 9-10 വർഷം, പ്രത്യേകിച്ച് 9ാമത്തെ വർഷത്തെക്കുറിച്ച് ചരിത്രം പറയുന്ന ആമുൽ വഫ്ദ്, അതായത് നിവേദക സംഘങ്ങൾ നബി സ്വല്ലല്ലാഹു തേടി വന്ന വർഷം എന്നാണ്. ഖുർആനിൽ നമ്മൾ ഓതിയിട്ടുണ്ടാവും, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ. ഈ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. നബി സ്വല്ലല്ലാഹു വഫാത്താണ് ആ സൂറത്തിന്റെ ഉള്ളടക്കം എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇത് പറയാനുള്ള കാരണം, എത്രയോ സംഘങ്ങൾ, 70-ൽ പരം വഫ്ദുകളെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നു. അതായത് വിവിധ നാടുകളിൽ നിന്ന് ജനങ്ങൾ ഒന്നിച്ച് കൂട്ടത്തോടെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും നടന്നും നബി സ്വല്ലല്ലാഹു തേടി മദീനയിലേക്ക് വന്നൊരു കാലഘട്ടം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിവേദക സംഘങ്ങൾ എന്തിനു നബി സ്വല്ലല്ലാഹു അലൈഹി കണ്ട് ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് വേണ്ടി വന്നൊരു കാലഘട്ടം. അത് വെറുതെ ഉണ്ടായതല്ല. ഇതേ സമയത്ത് തന്നെയാണ് ഹിജ്റ 8ാമത്തെ വർഷം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശം ലോകത്തിനുള്ള ഒരു സന്ദേശമാണെന്ന തിരിച്ചറിവോടുകൂടെ തന്നെ ലോകത്തിന്റെ പ്രവാചകൻ എന്ന നിലയ്ക്ക്, ലോകത്തിന് മുഴുവനുമുള്ള സത്യസന്ദേശ വാഹകൻ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തരായ സ്വഹാബത്തിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ ദൗത്യവുമായി പറഞ്ഞയക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഒരു പ്രവാഹം, ഇസ്ലാമിലേക്കുള്ള പ്രവാഹവും ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനുള്ള പ്രബോധകന്മാരുടെ പ്രവാഹവും അന്ന് തുടങ്ങി വെച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിന്നെ അടുത്ത 2 ദശാബ്ദങ്ങളിൽ തുടർന്നു.
അതുകൊണ്ട് തന്നെ ലോകത്തൊരു മഹൽ ശക്തിയായി ഇസ്ലാം ഖലീഫമാരുടെ 4 ഖലീഫമാരുടെയും കാലത്ത് മാറിയ ചരിത്രം നമ്മൾ വായിച്ചത്. എന്തുകൊണ്ടോ സുഹൃത്തുക്കളെ ആ പ്രബോധന മനസ്സ് നമ്മുടെ ആളുകൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ആലോചിക്കണം. എത്രയോ ലോകത്ത് ഇത്രയധികം മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് ഇസ്ലാമിക രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന നാടുകളിൽ പോലും ഒരു ലഘുലേഖ കൊടുക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു വോയിസ് ആളുകൾക്ക് അയച്ചു കൊടുക്കുവാനോ അല്ലെങ്കിൽ ഒരാളെ ഇരുത്തി താൻ ഉൾക്കൊണ്ട സത്യം പറഞ്ഞു കൊടുക്കുവാനോ തൊട്ടടുത്ത വീട്ടിലെ സുഹൃത്തിനെ തേടി അവനോട് ഒരല്പസമയം ഇസ്ലാമിനെ കുറിച്ച് സംവദിക്കുവാനോ ഉള്ള ഒരു മനോഗതി അവസാന നാളുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചൊരു മനോഗതി തന്റെ സഹപ്രവർത്തകനോട്, അയൽവാസിയോട്, സുഹൃത്തിനോട്, ഭാര്യയോട് പറയാനുള്ളൊരു മനോഗതി നമുക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കണം. അതാണ് ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മരണത്തിലും നമ്മളെ താക്കീത് ചെയ്യുന്നൊരു കാര്യം. നമ്മൾക്കിടയിൽ ജോലിക്കാരനായി വന്ന് നമുക്കിടയിലൂടെ മാനസിക അസ്വാസ്ഥത്തോടെ ജീവിക്കുമ്പോൾ ഇത്രയും വലിയൊരു സന്തോഷത്തിന്റെ ആശയം കൈമാറാത്ത നമ്മൾ എത്രമാത്രം ക്രൂരഹൃദയരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ സൗഭാഗ്യം ലഭിക്കാതെ കണ്ണടച്ചു പോകുന്ന എത്ര ഹതഭാഗ്യം മുസ്ലിങ്ങളുടെ നാട്ടിൽ നമ്മൾ ഏറ്റെടുക്കണം. കേരളത്തിലെങ്കിലും മുഴുവൻ വീടുകളിലും ഇസ്ലാമിനെ കുറിച്ച് വായിക്കാൻ പറ്റുന്ന ഒരു സത്യസന്ദേശം, നമ്മളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന എല്ലാ തെറ്റിദ്ധാരണകൾക്കും ഹ്രസ്വമായിട്ടെങ്കിലും ഒരു മറുപടി പറയുന്ന ഒരു ലഘുലേഖയെങ്കിലും അയാളുടെ കൈകൊണ്ട് ജീവനുള്ളപ്പോൾ അയാൾ തൊടട്ടെ. അയാൾക്കൊരു 10 മിനിറ്റ് വായിക്കാൻ പറ്റിയൊരു സാധനം അയാൾ തൊട്ടിട്ട് അയാൾ വായിക്കട്ടെ. എങ്കിലെങ്കിലും നമുക്ക് അയാൾ മരിച്ച് കമഴ്ന്നു വീഴുമ്പോൾ നമുക്ക് സമാശ്വസിക്കാം. കൊടുത്തിരുന്നു അവന്റെ വീട്ടിൽ ഞാനൊരു സാധനം, അവനത് വായിച്ചിട്ടുണ്ടെങ്കിൽ അവരതിന്റെ തുടർച്ച അന്വേഷിക്കേണ്ടതായിരുന്നു എന്ന് സ്വയം സമാധാനിക്കാം. സുഹൃത്തുക്കൾ, അങ്ങനെ ഒരു ദൗത്യം നമ്മൾ കേരളത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, ദീനെ സ്നേഹിക്കുന്ന, ഗുണകാംക്ഷയോടെ എല്ലാത്തിനെയും കാണാൻ പറ്റുന്ന, നന്മകളെ മറ്റെല്ലാ അതിർത്തികൾക്കും അപ്പുറം നന്മകളെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയിലൂടെ സാധിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ്. അതിന്റെ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തണം. ദീൻ ഉൾക്കൊള്ളുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിന്റെ വാഹകരാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പരലോകത്ത് നേടുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സൗഭാഗ്യം പ്രദാനം ചെയ്യണമേ അള്ളാഹുവേ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങളുടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലുമുണ്ട്. അവർക്കെല്ലാവർക്കും രോഗശമനത്തെ പ്രദാനം ചെയ്യണമേ അല്ലാഹുവേ. അവരെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മനസ്സമാധാനത്തിൽ നൽകണമേ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകൾ ഞങ്ങൾ ഇവിടെ ചുമയിൽ പങ്കെടുക്കുമ്പോൾ അവർ ഖബറുകളിലാണ്. അവർക്കവിടെ ശാന്തിയും സമാധാനവും സൗഭാഗ്യവും പ്രകാശവും അല്ലാഹുവിനെ പ്രദാനം ചെയ്യണമേ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ജീവിത സാഹചര്യത്തെ അല്ലാഹുവിനെ പ്രദാനം ചെയ്യണം. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على